ഈ സിനിമാ ഫീൽഡിൽ പുതിയ വലിയ നടനാണെന്നൊക്കെ പറഞ്ഞ് വന്ന് അതുപോലെ പേരുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നവർ അയാളെ വെച്ചിട്ട് അയാളെ കഥ വല്ലതും പറ്റുമെങ്കിലും എടുത്തേക്ക്. അയാൾ കിഡ്നിയൊക്കെ പോയിരിക്കുന്നത്. കിഡ്നി പോയിട്ട് നമ്മൾ എവിടെയെല്ലാം ഏതെല്ലാം മല കയറിയിരിക്കുന്നു എന്നുള്ളത് ഇവർക്ക് അറിയില്ല. കാരണം ഒന്നാമത് അവർ മനസ്സിലാക്കണം, അവരെല്ലാം മേജറായി. മേജറുടെ ജീൻസ് എന്ന് പറയുന്നത് വേറെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ കിഡ്നി എല്ലാം ഇനി ലിവർ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കും. ഞാൻ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ്. പക്ഷെ ആ കോൺഫിഡൻസ് വരുത്തിയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. യെസ്, അതൊരു പരാതി പറഞ്ഞു. പരാതികൾ ഉണ്ടായിരിക്കാം. മോനെ, ഞാൻ പറയുന്നത് എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരാൾ സഫർ ചെയ്യരുത്. എന്നെ ശുശ്രൂഷിച്ചു, എന്നെ അത് ചെയ്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. ഒറ്റ വഴി ഡബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്കോ എന്താണെങ്കിലും അങ്ങനെ മരിച്ചു പോകണം. അമ്മ ഇതിനുള്ള ഭാഗ്യവതിയായിരുന്നു. അച്ഛൻ 1 മാസം മറ്റേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അമ്മ ഒറ്റടിക്ക് പോയി, ഒരു ഹാർട്ട് അറ്റാക്കും ഇതുമായിട്ട്. അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, മറ്റൊരാൾ എന്നെക്കൊണ്ട് ശല്യമാവരുത്, എന്നെക്കൊണ്ട് ശല്യമാവരുത്. ഇവിടെ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അതിപ്പോൾ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും അറിഞ്ഞില്ല. ആളെ വെച്ച് പടം ചെയ്യരുത് കേട്ടോ. അയാൾക്ക് ഹാർട്ട് അറ്റാക്കും ഉണ്ട്, കിഡ്നി മാത്രമല്ല. എന്നിട്ട് ഞാൻ പടം ചെയ്യണം ഒറ്റയ്ക്ക്. അപ്പോൾ അത് വന്നിട്ടും കൂടെ ഇവർക്കൊന്നും എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ഞാൻ സി ഓഫ് ചെയ്തു. അതിന് മുന്നേ ഞാനെന്താ 200 കിലോമീറ്റർ ലോനാവാലയിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ ആ ഗാർഡ്സിൽ എനിക്ക് ചെസ്റ്റ് പെയിൻ തുടങ്ങി. ഇവിടെ ഞാനും കൂടെ വണ്ടി ഓടിച്ച് വരാം. എൻ്റെ കസിൻ്റെ വണ്ടി ഞങ്ങൾ ബോംബെയിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു ഗെറ്റ് ടുഗദറിന് പോയത്. സ്കൂൾ ഓഫ് ആർട്ടിലറിൽ ഞങ്ങളുടെ ആർട്ടിലറി ഓഫീസേഴ്സിൻ്റെ ഗെറ്റ് ടുഗദറായിരുന്നു. തിരിച്ച് വരുമ്പോൾ തുടങ്ങി. അപ്പം ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്, ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല. അന്ന് അവിടെ കിടന്നു ധാനയിൽ. പിറ്റേ ദിവസം ഇവൾക്ക് ചെന്നൈയിൽ പോകണം, എനിക്ക് കൊച്ചിക്ക് വരണം. ഇവളെ 43 എൻ്റെ 45 ലാസ്റ്റ് ഗേറ്റ്. ഇവളെ പറഞ്ഞു വിട്ടു. ഞാൻ ഇപ്പുറത്തൂടെ അപ്പുറത്തേക്ക് കയറി ചെല്ലുമ്പോൾ നടക്കുമ്പോൾ തന്നെ വേർക്കാൻ തുടങ്ങി പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഷുഗർ പോയി കാണുന്നു. വേദനയുണ്ടല്ലോ, ഷുഗർ ഡൗൺ ആയിരിക്കുന്നു. നേരെ അവിടെ കോഫി ഷോപ്പിൻ്റെ അവിടെ പോയി ഷുഗർ വാരി കുറേ വാരിട്ടു. വേർപ്പ് നിൽക്കുന്നില്ല, ഇടിയുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ഇടിയും വേർപ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർ എന്നെ ഡൗൺലോഡ് ചെയ്യും. ചെയ്താൽ ഞാൻ ബോംബെയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലാവും. എൻ്റെ ടാർഗറ്റ് അമൃതയിൽ ഇവിടെ എത്തുക എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് കൗണ്ടർ ഗ്യാരണ്ടി ആയിരുന്നു. ചെന്ന വഴിക്ക് അകത്ത് കയറ്റി ഇരുത്തിയ വഴിക്ക് ഞാൻ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു, എന്നെ ശല്യം ചെയ്യരുത്, നീ ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരൂ ഇപ്പം തന്നെ, അത് കഴിഞ്ഞിട്ട് ഐ വിൽ ജസ്റ്റ് ഗോ ടു സ്ലീപ്പ് എന്ന്. വേർക്കുന്നുണ്ട്, ഇതെല്ലാം തുടയ്ക്കുന്നുമുണ്ട്. ഈ കുത്തൽ അവരില്ലാത്തപ്പോൾ കുത്താൻ തുടങ്ങും. അങ്ങനെ അവർ വെള്ളം തന്ന് ഞാൻ ബെഡൊക്കെ സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി സ്റ്റാൻഡ് ചെയ്തു, ഉറങ്ങിപ്പോയി. ഒരാരും എന്നെ എന്താ അറിയില്ല, ആ റോസ്റ്റേഴ്സ് എന്നെ ശല്യം ചെയ്തില്ല. ഇറങ്ങുമ്പോഴാണ് പിന്നെ ഞാൻ അറിയുന്നത്, ടെസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ കൊച്ചിയിലെത്തിയപ്പോഴാണ്. അപ്പോൾ ഈ പ്രഷറിൽ എനിക്ക് തോന്നുന്നു എന്തോ കുഴപ്പമില്ലാതെ വേദനയില്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ വന്നിറങ്ങിയപ്പോഴുണ്ട് ഒരു പുതിയ ഡ്രൈവറിനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇവൻ എന്നെ കണ്ട വഴിക്ക് തന്നെ മേജർ രവി കണ്ടിട്ട് പേടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. ഞാൻ ഇവിടെ പണ്ടാരം ഒന്ന് പെട്ടെന്ന് എടുക്കാൻ അമൃതയിലേക്കെന്ന് പറഞ്ഞു. ഇല്ല, അത്താണി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മാറിക്കിടാണത്. ഞാൻ കയറി സ്റ്റിയറിങ് കയറിയിരിക്കുന്നു. ഒരു കയ്യിൽ സ്റ്റിയറിങ്, ഒരു കയ്യിൽ നെഞ്ചത്ത് ഇടിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മറ്റേ ഇവിടെ ഇല്ല, മദ്രാസിലാണ്. അവന്മാര് നടുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നു. ഞാൻ സാധാരണ വിളിക്കാറില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ യാത്രയിൽ വി ഡോണ്ട് കോൾ ഈച്ച് അതർ. അത് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഒരു വഴക്കുണ്ടായി. യു ആർ ക്രോസ് ചെക്കിങ് വേർ ഐ എം വാട്ട് ഐ എം ഡൂയിങ് എന്നൊക്കെ പറഞ്ഞൊരു സംസാരം ഉണ്ടായതിനു ശേഷം വി ജനറലി ഡോണ്ട് കോൾ ഈച്ച് അതർ വെൻ വി ആർ ട്രാവലിംഗ്. പക്ഷെ അന്ന് ബിക്കോസ് ഹി വാസ് നോട്ട് വെൽ, ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നതിന് ശേഷം ഞാൻ വെറുതെ ട്രൈ ചെയ്തു. 2 പ്രാവശ്യം ട്രൈ ചെയ്തു, 3 പ്രാവശ്യം ട്രൈ ചെയ്തു, ഫോൺ എടുക്കണില്ല. അപ്പോൾ കുറച്ച് പേടി തോന്നി. ഞാൻ ഉടനെ ബിയോജിനും വിനോദ്, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അങ്കിൾ ഇസ് നോട്ട് കീപ്പിംഗ് വെൽ, ദർ ഇസ് സം ഇഷ്യൂ. ഇപ്പോൾ ഒരു ഫോണും എടുക്കണില്ല. സോ ഇറങ്ങിയ ഉടനെ ഒന്ന് ദയവ് ചെയ്ത് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ടേക്ക് ഹിം ടു അമൃത. ബിക്കോസ് ഞാൻ ചെന്നൈയിൽ വരെയാണ്, ചെന്നൈയിൽ അമ്മയുടെ അടുത്ത് വരെയായിരുന്നു. തിരിച്ച് ഈ കോൾ ബിക്കോസ് 4 ഫോൺ കോൾ ഹീസസ് ഐ എം സ്ലൈറ്റ്ലി ഫീലിംഗ് അൺഈസി. ഞാൻ രവിട്ട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, യു പ്ലീസ് ഗോ ടു ദ ഹോസ്പിറ്റൽ. വേറെ ഏതോ ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ അതിന് പോകാൻ നിൽക്കേണ്ട രവിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ദെൻ ഓൺവേർഡ്സ് ഹി വിൽ ടെൽ. അപ്പോൾ ഇവിടെ വന്ന് അത്താണി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മാറി കിടന്നു. അങ്ങനെ നമ്മൾ ഹാമ്പർ ലൈറ്റ് ഇട്ട് ബ്ലിങ്കർ ഇട്ട് ഹോൺ അടിച്ചിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കണം എന്നെക്കൊണ്ട് പറ്റുന്ന സ്പീഡിൽ. വേദന, നല്ല വേദനയുണ്ട്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ അമ്പിളിച്ചേട്ടൻ വരുന്ന പോലെ ഞാനത് കിടക്ക് ഇപ്പം ശവമാവും, നിലവിളി ശബ്ദം എന്നും പറഞ്ഞിട്ടാണ് വണ്ടി അവിടെ കൊണ്ടത്. അവിടെ നിൽക്കുന്നുണ്ട്.
സ്ട്രെച്ചർ എല്ലാം റെഡിയാക്കിയിട്ട് അവർ നിർത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ ചവിട്ടിയോടെ നിർത്തി ചാടി ഇറങ്ങി അതിന് മുകളിൽ കിടന്ന് ഇനി നിങ്ങളെ ഞങ്ങളുടെ പാടായി. അവർ തള്ളിക്കൊണ്ട് ഇതെടുത്ത് എല്ലാം നോക്കി. ഒരു പ്രശ്നമില്ല. ECG, എക്കോ പിക്കോ എല്ലാം നോക്കി, ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ട് ബ്ലഡ് എടുക്കൽ, ഡോപ്ലർ ടെസ്റ്റ് എന്തോ പറയുന്നത്, അതിലാണ് പോസിറ്റീവ് കണ്ടത്. അപ്പോൾ അത് ഇവള് കാലത്ത് എത്തി ലാൻഡ് ചെയ്ത് അങ്ങനെ കാലത്ത് തന്നെ ആൻജിയോഗ്രാമിന് കയറ്റി. ആൻജിയോഗ്രാം അകത്തൂടെ കയറ്റിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ വിപിൻ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പട്ടി ചെയ്യാൻ കേട്ടാന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ യൂസ് ചെയ്ത വേർഡ്. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം, പാവം ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ വരണം കേട്ടാന്നൊക്കെ പറയുന്നത്. വര പോയി വന്നപ്പോൾ ബിയോജും ബിനോജും ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം യുനാനിവേഴ്സിറ്റി പറഞ്ഞു അതിനെ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല, അത് കിടക്കില്ല എന്ന്. നിങ്ങൾ വേറെ വല്ലതും നോക്കിയോ. അങ്ങനെ ഇയാൾ പോകുമ്പോൾ ഞാൻ പറയും ഭാര്യയോട് പോകുന്നത്, അവളെ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി കേട്ടോ, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ കോമഡി അടിക്കാണ് അവിടെ. അപ്പം 5 ബ്ലോക്കാണ് ഇതിൽ, വേദനയുണ്ട്, ഇതിനകത്ത് സാധനം കിടപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം വന്ന് 3 സ്റ്റണ്ട് ഇട്ടു. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നും നല്ല ബ്ലോക്കായിരുന്നു തോന്നുന്നു. അതിനുള്ളിലോട്ടം കയറിയിട്ട് അതിങ്ങനെ ബൾജ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് മൂപ്പർ പറഞ്ഞു ഇനിയൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും യു ഷുഡ് കം ആൻഡ് ചെക്ക് ഇറ്റ്, ബാക്കി 2 കൂടെ നമുക്ക് ഇടാവുന്നത്. 2 മാസമല്ല. പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, 10-ാം തീയതിയാണ് നമ്മൾ വന്നത്. 10-ാം തീയതിയാണ് ഇട്ടത്. ഇട്ടിട്ട് എനിക്ക് 16-ാം തീയതി ദുബായിൽ ഒരു മേജർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോകാതിരിക്കാൻ പറ്റില്ലോ. 14-ാം തീയതിക്ക് എനിക്ക് ബുക്കിംഗ് ഉണ്ട്. ഞാൻ 13-ാം തീയതി ഡിസ്ചാർജ് ആവുന്ന 14-ാം തീയതി ഞാൻ ഫ്ലൈറ്റ് കയറി ഞാൻ പോയി അങ്ങോട്ട് ദുബായിൽ പോയി. ദുബായ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. അതെല്ലാം കഴിഞ്ഞ് നോർമലായിട്ട് പോകുന്നുണ്ട്. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ചെറിയൊരു അണീസിനെസ് ഉണ്ടോയെന്ന് അങ്ങനെ പോയിട്ട് ഏതായാലും ഞാൻ പോയേക്കാം പോയി ചെയ്തപ്പോൾ അവിടെ എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം 3 ഇട്ടപ്പം 20 മിനിറ്റ്സിൽ പരിപാടി കഴിഞ്ഞു. ഇത് ഓൾമോസ്റ്റ് 2 hours. ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഡോക്ടർ ഓടുന്നു, നഴ്സുമാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എല്ലാം ഭയങ്കര ഓട്ടം. ഞാൻ അങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം ഇവിടെ വന്ന ഡോക്ടറെ നമുക്കിങ്ങനെ ഫോണിൽ കാണാം. അപ്പോൾ എന്തോ കോംപ്ലിക്കേഷൻ അകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട്. അപ്പം എൻ്റെ സമയം വരല്ലടാ, ഇനിയും ടൈം ഇരിക്കടാ, ഒരുപാട് സമയം, കൊഞ്ചം കൂടെ ടൈം ഇருக்கு, അത് വേണം. ഇനി അടുത്ത പടം വരാനുണ്ട്, അതൊക്കെ കഴിഞ്ഞ് പതിയെ. ഇല്ലല്ലോ, ഇവിടെ ആൾക്കാർ കാത്തിരിക്കുകയാണ്. അയാൾ പോയി. ഇവിടെ ഇതാണ്, ഇവിടെ ഒരുത്തൻ വീണിട്ട് വേണം എനിക്ക് കയറാമെന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇവിടുത്തെ മലയാള സിനിമ. അല്ലാതെ അവൻ്റെ കൂടെ ഞാൻ ഇപ്പം മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മമ്മൂക്കാനോട് കോമ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് അഭിനയിച്ച് വരണം, മോഹൻലാലിനോട് കോമ്പീറ്റ്, അതല്ല. മമ്മൂക്ക എപ്പോൾ ഡൗൺ ആവും, മോഹൻലാൽ എപ്പോൾ ഡൗൺ ആവും, എന്നിട്ട് വേണം എനിക്ക് കയറാൻ എന്നുള്ള ചില പുതുമുഖ നടന്മാരിവിടെ ഉണ്ട്. അവരൊരിക്കലും എവിടെ എത്തില്ല. ഇപ്പൊക്കെ പ്രഥമപക്ഷം ഞാൻ കാണുന്നത്. അതിപ്പം നിങ്ങൾക്ക് പിന്നീട് അറിയാം ആരൊക്കെ എന്തൊക്കെയാണ്. അത് ഇവരെയൊക്കെ വിചാരം നമ്മളാരും അറിയില്ല എന്നുള്ള. നമുക്ക് കംപ്ലീറ്റ് ഫീഡ്ബാക്കുകൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, ഫീഡ്ബാക്കുകൾ നമ്മുടെ അടുത്തേക്ക് എത്തും. അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം എന്തിനാ നിങ്ങൾ ചില ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന കുറേ കാണുമല്ലോ ചിലതിൽ. ഇയാൾ മേജർ കുക്കായിരുന്നു, പക്ഷെ അവരുടെ ഫ്രസ്ട്രേഷനാണ് ഈ കാണുന്നത്. അല്ല അത് എല്ലാ പട്ടാളത്തേരെ കളിയാക്കാൻ വേണ്ടി. ഞങ്ങള് എന്റെ ഫ്രണ്ട് ഒരു NSC കമാൻഡോ ഉണ്ടായിരുന്നു. പുള്ളി കൈയൊക്കെ തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പൊരിഞ്ഞു പോകും. പക്ഷെ ഞങ്ങൾ പറയും, എടാ നീ പെറോട്ട അടിച്ചല്ലേ ഇങ്ങനെ ഈ കൈക്ക്. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കണം, പട്ടാളത്തിന്റെ കുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റാമിനുള്ള ഒരു മനുഷ്യൻ വേറെ കാണില്ല. കാരണം എന്താ പറയുക, ഇവൻ കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ 1000 ആൾക്കാർക്ക് ചാപ്പാടുണ്ടാക്കും ഒരാള്. അപ്പൊ അവന്റെ ആ ഒരു പവർ നോക്കിയ നീ, അവൻ ഉച്ചയ്ക്കൊക്കെയാണ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അതുപോലും ഇവർക്ക് അറിയില്ല ആരെ കമ്പയർ ചെയ്യണമെന്ന്. അത് ഈ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന കുറവെണ്ണമുണ്ട്. മേജർ എവിടെ ചോദിക്കുന്ന ടൈപ്പ്.